അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായിട്ട് ഐഷു ആദത്തിനെ വായന ഭയങ്കരമായിട്ട് ഇങ്ങനെ ടീച്ചർ കുട്ടി കളിപ്പിക്കലാണ്. കളിപ്പിക്കലല്ല, അവൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ പിള്ളേർ പറയാൻ ഭയങ്കര സ്ലോ ആണ്. ഐഷു ചെറുതിൽ നല്ല രീതിക്ക് സംസാരിക്കുകയും എല്ലാം പെട്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ ആദം അതിന് ഇച്ചിരി പുറകിലോട്ടാണെന്ന് തോന്നുന്നു. അവൾ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവൾക്ക് ദേഷ്യം വരും. തിരിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ദേഷ്യം വരും. രണ്ടടി കൊടുത്തിട്ട് അവൾ എണീറ്റ് പോകും. അപ്പോൾ അവരുടെ കലാപരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പനീർ ബട്ടർ മസാല ആക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഈ എടുത്ത പനീറിൽ നിന്ന് ബാക്കി കുറച്ച് ദിവസമായിട്ടേ ഞാൻ വിചാരിക്കുവാണ് ആ പനീർ എടുത്ത് കറി വെക്കണം എന്നുള്ളത്. ഇന്ന് എന്തായിരുന്നാലും പനീർ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടർ അത് ഞാൻ കാണിച്ചില്ലായിരുന്നോ? ആ സെയിം ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും വേണം. അപ്പോൾ ചൂട് എണ്ണയിൽ ബട്ടർ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടുന്നത് പോലെയായി. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഞാൻ 4 വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എണ്ണയൊന്നും നമ്മുടെ ദേഹത്ത് പൊട്ടി തെറിക്കില്ല, മുഖത്ത്. അതെല്ലാം ഈ ഒരു മാസ്കിലിങ്ങനെ പറ്റിയിരിപ്പുണ്ടാവും. അത് നല്ല സാധനമാണ്, ഒന്നും അകത്തോട്ട് വീഴത്തൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ചൂടായ എണ്ണയിൽ ബട്ടറിൽ രണ്ടിൻ്റെയും മിക്സിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ മറ്റേ ഗ്ലൗസ് ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സവോള ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 15 നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തക്കാളിയും നമ്മുടെ സവോളയും ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് മതി. റെക്കോർഡ് ചെയ്യണം മോനെ. അപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അതെന്ന് വെച്ചാൽ നല്ല തണുത്തതിന് ശേഷം ഇടാവൂ, അല്ലെങ്കിൽ ചൂട് കാരണം മിക്സിയൊക്കെ അങ്ങനെ പൊട്ടിയൊക്കെ തെറിക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട. നല്ല രീതിയിൽ തണുത്ത് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്താൽ മതി, അരച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഈ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ എന്നെ അരിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ എത്രത്തോളം പാത്രം കുറച്ച് ഉപയോഗിക്കാമോ അത്രത്തോളം നല്ലത്, അല്ലെങ്കിൽ എല്ലാം ഇരുന്ന് കഴുകേണ്ടി വരും. അപ്പോൾ വീണ്ടും സെയിം പാനിൽ ബട്ടർ നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുവാണ്. ഗ്രീൻ ചില്ലീസ് ഒരു 2 എണ്ണം, പിന്നെ ബേ ലീഫ്, പിന്നെ അതിൽ വഴറ്റിയതിന് ശേഷം ഒരു സവോള ചെറിയ കുനുകുനാന്ന് അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർക്കുന്നുണ്ട്. സ്പൈസ് പൗഡേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, റിപ്പീറ്റായ ഇല്ല, ഗരം മസാല. ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയ സവോളയിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം സിമ്മിലിട്ടോണം കേട്ടോ. മസാലകൾ കരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആദ്യം മാറ്റി വെച്ച പേസ്റ്റ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തിള വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ ഫ്രഷ് ക്രീം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പനീറുണ്ടല്ലോ, ആദ്യം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പനീർ നമ്മൾ ഇതിലോട്ട് ഒന്നിട്ട് കൊടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഈ ഫ്ലേവേഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം, നിർബന്ധമാണത്. പിന്നെ മല്ലിയില. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതാണ് പനീർ ബട്ടർ മസാല. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഒരു 10 മിനിറ്റ് പനീർ നമ്മൾ ഫസ്റ്റ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലേ അത് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.